ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളൊന്ന് നോക്കൂ. നായനെ കാണുമ്പോ ശുക്രിന്റെ സുജൂദ് സുന്നത്തില്ല, പന്നിയെ കാണുമ്പോ ശുക്രിന്റെ സുജൂദ് സുന്നത്തില്ല. എന്താ ഈ ശുക്രിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ? അള്ളാഹ്ക്ക് നന്ദിക്ക് വേണ്ടി ഒരു സുജൂദ്. ഒതു വേണം, ഖിബിലക്ക് തിരിയണം. അത് എപ്പോഴാ സുന്നത്ത്? അത് സുന്നത്തുള്ള ചില രംഗങ്ങളുണ്ട്. അതെപ്പോഴാ? ഒന്ന്, കുഷ്ഠം അല്ലെങ്കിൽ എയ്ഡ്സ് തുടങ്ങിയ വലിയ രോഗം പിടിച്ചിട്ട് ആളുകളുടെ ഇടയിൽ വിഷമമാകുന്ന ഒരു മനുഷ്യൻ, അങ്ങനത്തെ മനുഷ്യനെ കാണുമ്പോ ആ രോഗി കാണാതെ, കുഷ്ഠരോഗം പിടിച്ചവൻ കാണാതെ, വിഷമം പിടിച്ച രോഗമുള്ളവൻ കാണാതെ അല്ലാഹുവിന് ഒരു സുജൂദ്. പടച്ചവൻ റബ്ബേ, ഇത്തരത്തിലുള്ള കഷ്ടപ്പാടുള്ള രോഗം നീ എനിക്ക് തന്നിട്ടില്ലല്ലോ അല്ലാ എന്ന നിലക്ക് പടച്ചവന് ശുക്രിന് വേണ്ടി ഒരു സുജൂദ്. അങ്ങനത്തെ രോഗിയെ കാണുമ്പോ സുന്നത്തുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ, അയാൾ കാണാൻ സുജൂദ് ചെയ്യരുത്. അയാൾക്ക് മനസ്സിന് ടെൻഷനാകും. അയാളെ നമ്മൾ സമാധാനിപ്പിക്കണം. അയാളെ നമ്മൾ ഒരിക്കലും തന്നെ ഇൻസൾട്ട് ആക്കരുത്, പരിഹസിക്കരുത്. അത് കിബിറാണ്, ഒരിക്കലും അതുണ്ടാകരുത്. അല്ലാഹു അത്തരം രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ. അതേസമയത്ത് അയാൾ കാണാതെ സുജൂദ് ചെയ്യണം. എന്നാ കണ്ടും കൊണ്ട് സുജൂദ് ചെയ്യേണ്ട ചില ശുക്രിന്റെ സുജൂദുണ്ട്. അതാരെ കാണുമ്പോഴാ? സുബ്ഹാനല്ലാഹ്, പരസ്യമായി കള്ളും കുടിച്ച് നടക്കുന്ന ഫാസിഖ്, പരസ്യമായി വ്യഭിചാരത്തിന് പോകുന്ന ഫാസിഖ്, പരസ്യമായി നിസ്കാരം ഒഴിക്കുന്ന ഫാസിഖ്, പരസ്യമായി ആലിമീങ്ങളെ ചീത്ത പറയുന്ന ഫാസിഖ്, ഔലിയാക്കളെ ചീത്ത പറയുന്ന ഫാസിഖ്, അള്ളാന്റെ റസൂൽ നമ്മളെ പോലത്തെ മനുഷ്യനാണെന്ന് പറയുന്ന ഫാസിഖ്, അതുപോലെ തന്നെ അള്ളാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്നവൻ, അങ്ങനെ തുടങ്ങിയിട്ട് കടുത്ത തെറ്റി, കടുത്ത പലിശ വാങ്ങുന്നവൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാര്, ആ മനുഷ്യന്മാരെ കാണുമ്പോ, നിസ്കരിക്കാത്തവനെ കാണുമ്പോ, പടച്ച റബ്ബേ, ഇവനെ പോലൊരു നിസ്കരിക്കാത്ത മനുഷ്യനായി എന്നെ നീ ആക്കിയിട്ടില്ലല്ലോ എന്നതിന് അള്ളാഹ്ക്ക് നിസ്കരിക്കാത്തവനെ കാണുമ്പോ ശുക്രിന്റെ സുജൂദ് നമ്മക്ക് സുന്നത്തുണ്ട്. അത്രയും നിന്ദ്യനാണ്. പന്നിയെ കാണുമ്പോ സുന്നത്തില്ല, നായിനെ കാണുമ്പോ സുന്നത്തില്ല. നിസ്കാരം ചെറിയ സംഗതിയാണോ ചെറുപ്പക്കാരെ? അല്ലാ, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭക്ഷണം കഴിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച് അവന്റെ ഭൂമിയിൽ താമസിക്കുമ്പോ ആ രാജാവ് അടിമയോട് പറയുകയാണ്, 5 നേരം നീ എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്നോടൊന്ന് സംഭാഷണം നടത്തണേ. അല്ലാഹു അക്ബർ, ഞാൻ വലിയവനാണെന്ന് നീ ഒന്ന് പ്രഖ്യാപിക്കണേ. എനിക്ക് വേണ്ടി നീ ഒന്ന് നിന്റെ ഊര കുനിച്ച് കുനിയണേ. എനിക്ക് വേണ്ടി നിന്റെ നെറ്റിത്തടം വെച്ചൊന്ന് സുജൂദ് ചെയ്യണേ. എനിക്ക് വേണ്ടി നീ ഇങ്ങ് നിസ്കരിക്കണേ. അതിന്റെ പുറമെ ഞാൻ ഏറ്റവും പ്രിയം വെച്ചൊരു നേതാവുണ്ട്, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിന്റെ പേരിൽ നീ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലണേ. ആ നബിയെ നീ മറന്നുകൂടാ. മദീനത്ത് കിടക്കുന്ന നിന്റെ നേതാവാണത്. ആ നേതാവ് നിരന്തരം അനുയായികളുമായി ബന്ധപ്പെടുന്ന നേതാവാണ്. അനുയായികൾ അങ്ങോട്ടും ബന്ധപ്പെടുന്ന നേതാവാണ്. അതുകൊണ്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ, ഓ നബിയായവരെ അങ്ങേക്ക് സലാം എന്ന് നീ ആ നേതാവിനെ വിളിച്ചൊന്ന് സലാം പറയണേ. അങ്ങനെയുള്ള നിസ്കാരം നിർവഹിച്ചിട്ട് അതിന്റെ ലാസ്റ്റിലെത്തുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇടത്തും വലത്തുമുള്ള മനുഷ്യന്മാർക്കും, ഇടത്തും വലത്തുമുള്ള മലക്കുകൾക്കും, ഇടത്തും വലത്തുമുള്ള സാലിഹീകളായ ജിന്നുകൾക്കും, അങ്ങനെ എല്ലാ മഹാന്മാർക്കും നീ ഒന്ന് സലാം പറയണേ. അങ്ങനെ സർവ്വമുഅ്മിനീങ്ങളുമായി നീ ബന്ധപ്പെടണേ. അങ്ങനത്തെ ഒരു ഇബാദത്താണ് നിസ്കാരം. അത് നീ നിർവഹിക്കണേ. എന്റെ വെള്ളവും കുടിച്ച് ജീവിക്കുമ്പോ, എന്റെ ഭക്ഷണവും കഴിച്ച് ജീവിക്കുമ്പോ നീ ആ നിസ്കാരം നിർവഹിക്കണേ. നീ ആ നേതാവിനെ വിളിക്കണേ, പറയണേ, സലാം പറയണേ. അങ്ങനെ സലാം പറയുമ്പോൾ അതൊരു സാധാരണ നേതാവല്ല. മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫറദ്ദ അലൈഹി സലാം. ഇബ്നു തൈമിയ്യ അടക്കം ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത ഹദീസാണ്. അതേ, എന്റെ വഫാത്തിന് ശേഷം എന്നെ വിളിച്ച് സലാം പറയുന്നവർക്ക് ഞാൻ സലാം മടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.